2023 ഏത് രാജ്യാന്തര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? ഉത്തരം രാജ്യാന്തര മില്ലറ്റ് വർഷം. 2023 ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹൊയ്സാല ക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കർണാടക. 2023 ജനുവരി 26 ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത അബ്ദൽ ഫത്ത അൽ സിസി ഏത് രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ്? ഉത്തരം ഈജിപ്റ്റ്. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷമാണ് 2023 നടന്നത്? ഉത്തരം 74. കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ഉത്തരം 1056. IT ആക്ട് 69A അനുസരിച്ച് ജൂണിൽ കേന്ദ്ര സർക്കാർ എത്ര ചൈനീസ് ആപ്ലിക്കേഷനുകളാണ് വിലക്കിയത്? ഉത്തരം 59. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 12. 2023 ഒക്ടോബറിൽ മനുഷ്യരിൽ ബ്രൂസല്ല രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പുല്ലുമേട് ദുരന്തം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ? ഉത്തരം ജസ്റ്റിസ് MR ഹരിഹരൻ നായർ. രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 2000 റൺസ് തികച്ച താരം? ഉത്തരം ശുഭ്മാൻ ഗിൽ. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നായിരുന്നു? ഉത്തരം 2023 മെയ് 28. ചാന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം K ശിവൻ. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം പരിസ്ഥിതി പുനഃസ്ഥാപനം. ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യമാണ് വുമൺ ലൈഫ് ഫ്രീഡം? ഉത്തരം ഇറാൻ. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. എലിയുടെ ഭ്രൂണം ബഹിരാകാശത്ത് വളർത്തിയത് ഏത് രാജ്യക്കാരാണ്? ഉത്തരം ജപ്പാൻ. ഇന്ത്യൻ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം കേരളം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ഗ്വാണ്ടാന ഗണതന്ത്ര പാർട്ടി? ഉത്തരം ഛത്തീസ്ഗഡ്. ഷെൻഹുവ 15 എന്ന കപ്പൽ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്?
ഉത്തരം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ. ചന്ദ്രയാൻ 2 ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേര് എന്തായിരുന്നു? ഉത്തരം തിരങ്ക പോയിന്റ്. കാന്റിലിവർ മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ചില്ലുപാലം? ഉത്തരം വാഗമൺ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്ന പേര്? ഉത്തരം സംവിധാൻ സദൻ. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഹൈ ലെവൽ സമിതി അധ്യക്ഷൻ? ഉത്തരം രാംനാഥ് കോവിന്ദ്. താഴെ പറയുന്ന ഏത് കമ്പനിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി അവരുടെ അധികാര പരിധിയിലുള്ള നിയന്ത്രിത സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും സഹകരണത്തിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? ഉത്തരം ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റർ അതോറിറ്റി. ഗവേഷണ സ്ഥാപനമായ പ്രൈസ് പീപ്പിൾ റിസർച്ച് ഓൺ ഇന്ത്യാസ് കൺസ്യൂമർ എക്കണോമിക്സ് സംഘടിപ്പിച്ച സർവേയിൽ മധ്യവർഗ കുടുംബങ്ങളുടെ വളർച്ചയിൽ രാജ്യത്ത് മുന്നിലുള്ള നഗരം ഏതാണ്? ഉത്തരം മലപ്പുറം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ PSLV 54 ദൗത്യത്തിലൂടെ വിക്ഷേപണം നടത്തിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഉത്തരം EOS 6. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ആസ്ഥാനം നൈനിറ്റാളിൽ നിന്ന് ഏത് സ്ഥലത്തേക്ക് മാറ്റാനാണ് തീരുമാനിച്ചത്? ഉത്തരം ഹൽദ്വാനി. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് മിഥിലി എന്ന പേര് നൽകിയത് ഏത് രാജ്യമാണ്? ഉത്തരം മാലദ്വീപ്. താഴെ പറയുന്നവയിൽ ഏത് രാജ്യവുമായാണ് ഇന്ത്യ മെഗാ യുദ്ധാഭ്യാസ് സൈനിക അഭ്യാസം നടക്കുന്നത്? ഉത്തരം USA. താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് മെയിൻ ഫീ സുഭാഷ് ക്യാമ്പയിൻ ആരംഭിച്ചത്? ഉത്തരം ലഡാക്ക്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ കർമ്മ മേഖലകളെപ്പറ്റി ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് 75ന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട അന്തർവാഹിനികൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ A ഇവയെല്ലാം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ D എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ C എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 2023 മുതൽ G20യിൽ അംഗമായത് താഴെ പറയുന്നതിൽ ആരാണ്? ഉത്തരം ആഫ്രിക്കൻ യൂണിയൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2023 ജൂലൈ 14. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലായ നാരി ശക്തി വദൻ അധിനിയം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ഉത്തരം 106.
18ാം ലോക്സഭ നിലവിൽ വന്ന തീയതിയിൽ BJPക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? ഉത്തരം 240. 27 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം അടുത്തിടെ സേവനം അവസാനിപ്പിച്ച ഇന്റർനെറ്റ് ബ്രൗസർ. ഉത്തരം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. താഴെ പറയുന്നവയിൽ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യാത്ത വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. PSLVയുടെ 60ാമത് ദൗത്യമായ PSLV-C-58 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2024 ജനുവരി 1. ജില്ലകളുടെ ഒരു തനത് ഉൽപ്പന്നത്തെ വൈവിധ്യങ്ങളുടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ ആരംഭിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഉത്തരാഖണ്ഡിലെ സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാനായി നടത്തിയ രക്ഷാദൗത്യം. ഉത്തരം ഓപ്പറേഷൻ സുരംഗ്. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീ ഡിജിറ്റൽ മാഗസിൻ ഏതാണ്? ഉത്തരം മാതൃകം. കേരളത്തിലെ ഏത് നെല്ല് ഗവേഷണ കേന്ദ്രത്തെയാണ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പുനർനാമകരണം ചെയ്തത്? ഉത്തരം മങ്കൊമ്പ്. പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ്? ഉത്തരം 2023 സെപ്റ്റംബർ 19. അടുത്തിടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? ഉത്തരം കേരളം. നിക്ഷേപകരുടെ KYC രേഖകൾ ഇലക്ട്രോണിക് രൂപത്തിൽ പരിപാലിക്കുന്ന KYC രജിസ്ട്രേഷൻ ഏജൻസി ആരംഭിച്ചത് ആരാണ്? ഉത്തരം BSE ടെക്നോളജീസ്. താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് ടെറായ് ആന സംരക്ഷണ കേന്ദ്രത്തിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയത്? ഉത്തരം ഉത്തർപ്രദേശ്.